വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ അസം സ്വദേശിയായ 13-കാരിയെ കേരള പോലീസിന് കൈമാറി. കുട്ടിയുമായി പോലീസ് സംഘം ഉടൻ കേരളത്തിലേക്ക് തിരിക്കും. തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമായിരിക്കും കുട്ടിയെ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. വിശാഖപട്ടണത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് യാത്ര ഒരല്പം വൈകിയത്. എപ്പോഴാണ് അവർ അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നത്? അനുജ, ഇന്നലെ ഇതിന്റെ നടപടി, അതായത് കുട്ടിയെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തീകരിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സാങ്കേതിക തടസ്സമെന്നുള്ളത് അവർക്ക് തിരിച്ചു മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിന്റെ ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല. അത് നിലവിലിപ്പോൾ ആ നടപടി, അതായത് ആ ട്രെയിനിന്റെ ടിക്കറ്റ് അവർക്ക് ലഭിച്ചു. ഇപ്പോൾ നിലവിലിപ്പോൾ ഏകദേശം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് 11 മണിയോടെ CWC ഈ കുട്ടിയെ കേരള പോലീസിന് കൈമാറി. കേരള പോലീസ് ഇപ്പോൾ കുട്ടിയുമായി വിജയവാഡയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് വിശാഖപട്ടണം 6 മണിക്കൂറുണ്ട് വിജയവാഡയിലേക്ക്. അതിനുശേഷം റോഡ് മാർഗം വിജയവാഡയിലെത്തി വിജയവാഡയിൽ നിന്നായിരിക്കും അവർ ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുക. ഇന്ന് രാത്രി 10:30 പുറപ്പെടുന്ന കേരള എക്സ്പ്രസ്സിനായിരിക്കും തിരുവനന്തപുരത്തേക്ക് പോവുക. നാളെ രാത്രിയോടെയായിരിക്കും ഈ കുട്ടിയും ഉൾപ്പെടെയുള്ള സംഘം, പോലീസ് സംഘം തിരുവനന്തപുരത്ത് എത്തിച്ചേരുക. ഇനി കേരളത്തിലെത്തിയ ശേഷമായിരിക്കും ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം കോടതിയിൽ ഹാജരാക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പോലീസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോവുക കോടതിയുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും. കുട്ടിയെ മാതാപിതാക്കൾക്ക് ഒപ്പം അയക്കുമോ എന്ന് നമ്മൾ പോലീസിനോട് ചോദിച്ചിരുന്നു. അതിലും ഒരു തീരുമാനമെടുക്കുക. കോടതി എന്താണോ അതിൽ ഒരു നിലപാടെടുക്കുക. അതിനുശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക എന്നതാണ് നിലവിലിപ്പോൾ എന്തായാലും പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിൽ വ്യക്തത വരേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കുട്ടി എന്ത് കാരണത്താലാണ് വീട്ടിൽ നിന്നിറങ്ങി ഈ അസ്സാമിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ മാതാപിതാക്കൾ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. അത്തരം അന്വേഷണത്തിലേക്ക് എന്തായാലും പോലീസ് കടക്കും. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം ആദ്യം ഉള്ള നടപടി എന്നുള്ളത് കോടതിയിൽ ഹാജരാക്കുക. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും, നിർദ്ദേശമനുസരിച്ചായിരിക്കും പിന്നീടുള്ള മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് എന്തായാലും പോലീസ് കടക്കും. എന്തായാലും അതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നിലവിൽ ഈ ഘട്ടത്തിലും പോലീസ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുമായിട്ടുള്ള പോലീസ് സംഘം വിജയവാഡയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. രാത്രിയോടെ കേരളത്തിലേക്ക് പോലീസ് സംഘം വിജയവാഡയിലേക്ക് പുറപ്പെട്ടു. അവർ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടി.